Next question, a network of 4 10 microfarad capacitors is connected to 500 volt supply as in figure. So you can see 4 capacitors, all 10 microfarad, then connected to 500 volt battery. Then what is the total capacitance of this setup? ഈ സെറ്റപ്പിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, നമുക്ക് ഇവിടെ ഈ മൂന്നെണ്ണത്തിന് നോക്കൂ. ഈ C1 C2 C3 നോക്കൂ. അത് മൂന്ന് എൻഡ് ടു എൻഡല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നിൻ്റെ എൻഡിൽ അടുത്തത്, അതിൻ്റെ എൻഡിൽ അടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം C1 C2 C3, ഇത് എൻഡ് ടു എൻഡ് കണക്റ്റഡ് സീരീസ്. ആം ഐ റൈറ്റ്? സോ വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്? ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കപ്പാസിറ്റൻസ് C is equal to, പറയൂ, സീരീസ് ആണ്, പറയൂ, 1/C1 plus 1/C2 plus 1/C3 the whole inverse എന്നാണ്. അപ്പോൾ എത്ര വരും? 1/10 plus 1/10 plus 1/10 ഇൻവേഴ്സ്. അപ്പോൾ എത്ര വരും? 3/10ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 10/3 മൈക്രോ ഫാരഡ്. അപ്പോൾ ആദ്യത്തെ ഈ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആണ്. അപ്പോൾ അത് മൂന്നും കൂടി ചേരുമ്പോഴുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര? 10 മൈക്രോ ഫാരഡ്. ഡൗട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനെ മൂന്നെണ്ണത്തിനെ അങ്ങ് മാച്ച് കളയാം. മാച്ച് കളഞ്ഞിട്ട് ഇതേ സെറ്റപ്പ് ഞാൻ താഴോട്ട് വരയ്ക്കുകയാണ്, നോക്കിക്കോളൂ. അപ്പോൾ സെയിം സെറ്റപ്പ് ഞാൻ താഴോട്ട് വരച്ചു, കണ്ടോ? ഇവിടെ 500, ദെൻ ഇവിടെ നമ്മുടെ കപ്പാസിറ്റേഴ്സ് ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. ഓക്കെ, ഇങ്ങനെ 4 കപ്പാസിറ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇത് C1 C2, ഇത് C3, ഇത് C4, ഇങ്ങനെ ആയിരുന്നല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, C1 C2 C3 അങ്ങ് മാച്ച് കളഞ്ഞിട്ട് അതിന് പകരം എത്രയെന്ന് എഴുതാം? 10/3 മൈക്രോ ഫാരഡ് എന്ന് വരയ്ക്കാം. അപ്പോൾ ഇതിന് പകരം ഒരു 10/3 മൈക്രോ ഫാരഡ്, 10/3. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എഴുതിക്കണം C1 C2 C3 കോമ്പിനേഷൻ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഇത് രണ്ടും പാരലല്ലേ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ പറയും, ഞാൻ ബാക്കി പറയാം. 10/3 ആൻഡ് C4 പാരലൽ, രണ്ടും പാരലാണ്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര വരും? 10/3 പ്ലസ് C4ൻ്റെ വാല്യൂ എത്രയാണ്? 10. ആൻസർ എത്ര വരും? 3. അതുപോലെ എഴുതി പറയൂ, 10 പ്ലസ് 30. അപ്പോൾ ആൻസർ 40/3 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. ഇതാണ്. അപ്പോൾ ഇതും കൂടെ ചേരുമ്പോഴത്തേക്ക് ഒറ്റ കപ്പാസിറ്റൻസ്. അപ്പോൾ അത് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. നിങ്ങൾ പറയൂ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള സാധനമാണ് 40/3. 40/3 ആണ് ഇവിടുത്തെ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ്. അപ്പോൾ 500 വോൾട്ടിൽ കൊടുത്തിരിക്കുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാണ്. സോ വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ സെറ്റപ്പ്? ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാ? 40/3 മൈക്രോ ഫാരഡ്. ഈക്വൽ ടു 40/3 into 10⁻⁻6 ഫാരഡ്. ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ഞാൻ പറയാം. സോ ലിസൺ ഹിയർ. See, this is the original circuit. C1 C2 and C3 are connected in series. So what is the total capacitance? 1/C1 plus 1/C2 plus 1/C3, the whole inverse, no doubt. So you can calculate, you will get the answer as 10/3 microfarad. So erase the 3. So instead you write 10/3. So draw a capacitor there. So this is C1 C2 C3 combination. Then these two are parallel. So how will you calculate the total capacitance? Add 10/3 plus 10. So you will get 40/3 microfarad. So instead of these two, you draw a single capacitor. Its value will be 40/3. So what is the total capacitance of the circuit? 40/3 microfarad. Okay, so equal to 40/3 into 10⁻⁻6 farad. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ? ഈ ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് എത്രയെന്ന്, ഈ ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് എത്ര. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. വാട്ട് ഈസ് എ വോൾട്ടേജ് ഗിവൺ? വോൾട്ടേജ് ഗിവൺ, നിങ്ങൾ എത്ര വോൾട്ടേജാണ് കൊടുത്തത്? 500 അല്ലേ? 500. വാട്ട് ഈസ് എ ചാർജ് സപ്ലൈഡ്? നിങ്ങൾ ചാർജ് എത്ര സപ്ലൈ ചെയ്തു? ചാർജ് എങ്ങനെ കാണും? Q എങ്ങനെ കാണും? Q is equal to CV മനസ്സിൽ കണ്ടു. ഓക്കെ, അപ്പോൾ C into V. ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയാ? 40/3 മൈക്രോ ഫാരഡ് അല്ലേ? ഇൻറ്റു 10⁻⁻6 ഇൻറ്റു V എത്രയാ?
500. അപ്പോൾ ആൻസർ എത്ര വരും? 4 into 5 എത്രയാണ്? 20. 4 into 5 20, പിന്നെ 3 0. ഓക്കെ, 4 into 5 20, പിന്നെ 3 0, പിന്നെ 10⁻⁻6 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര വരും? 2/3. അതുപോലെ എഴുതി. ഇത് 4 എണ്ണം, ഇവിടുത്തെ 2 എണ്ണം കൊണ്ട് ചേരുമ്പോഴത്തേക്ക് എത്രയായി? ഇതും കൊണ്ട് ചേരുമ്പോൾ എത്രയായി? അപ്പോൾ 10⁻². ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ കപ്പാസിറ്റർ, ചാർജ് സപ്ലൈഡ്. ഇത്രയും കൂളോം. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ 2/3 into 10⁻². 2/3 എന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 2/3 0.66 എന്ന് വരൂലേ? അപ്പോൾ 0.67 into 10⁻² കൂളോം. ഇതാണ് ഇവിടെ നിന്ന് ഈ ബാറ്ററിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ചാർജ്. ബാറ്ററിയിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്ന ടോട്ടൽ ചാർജ് ഇതാണ്. ഓക്കെ, ഈ ചാർജ് അങ്ങോട്ട് കയറി ചെന്നാൽ ആ ചാർജ് ഇതിനും ഇതിനുമായിട്ട് കിട്ടും. ഇവിടെ നിന്ന് കൊടുക്കുന്ന ടോട്ടൽ ചാർജ് ഇതിനും ഇതിനുമായിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനായിട്ട് വീതിച്ച് കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചാർജ് എങ്ങനെ കാണും? ചാർജ് ഓഫ് C4 എങ്ങനെ കാണും? അപ്പം നോക്കൊന്നും കൂടെ, ഇവിടെ നിന്ന് കിട്ടുന്ന ടോട്ടൽ ചാർജാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ടോട്ടൽ ചാർജ് ഇതിനുമായിട്ട് കിട്ടും. അപ്പോൾ ഇതിലെ ചാർജ് എത്രയെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ചാർജ് ഓഫ് C4. സോ ചാർജ് ഓഫ് C4ന്റെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? CV മനസ്സിൽ കാണുക, പറയൂ. അപ്പോൾ C4ന്റെ വാല്യൂ, അപ്പോൾ C4 into V എന്നാണ്. C4 എത്രയാ? C4 10 അല്ലേ? അപ്പോൾ 10 into 10⁻⁻6 into V എത്രയാ? 500. അപ്പോൾ ആൻസർ എത്ര വരും? 5 into 10⁻⁻3 എന്ന് വരൂലേ? ഇതാണ് ചാർജ് ഓഫ് C4. C4ന്റെ ചാർജ് ഇത്രയും കൂളമാണ്. നിങ്ങൾ കൊടുത്ത മൊത്തം ചാർജ് എത്രയാ? ഇത്രയും അല്ലേ? അപ്പോൾ ഇതിനെയും കൂടെ -3 പവറിലേക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ -3 ആക്കണം. എന്ത് ചെയ്യും? അറിഞ്ഞുകൂടാത്ത ആളുകൾ ശ്രദ്ധിച്ചിരിക്കണേ. 0.67 into 10⁻² ആണ് ഇവിടെ ഉള്ളത്. ഇതിനെ -3 ആക്കാൻ എന്ത് ചെയ്യും? into 10⁻⁻1 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ ഇതിനെ 10⁻⁻1 കൊണ്ട് ഡിവൈഡും കൂടി ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്രയായി പറയൂ? അപ്പോൾ എത്രയായി? ഇതെന്ന് പറയുന്നത് 10⁻⁻1 മണ്ടേ വന്ന 10 ആയി. അപ്പോൾ 6.7. അപ്പോൾ 6.7 into 10⁻⁻3 എന്ന് എഴുതാം. ഇത് കിട്ടുണ്ടോ? അത് കുളമാകരുത്. അപ്പോൾ ഇനി അപ്പോൾ നമ്മളിവിടെ ആൻസർ എഴുതാം. കൊടുത്ത ചാർജ് എത്രയാ? ബാറ്ററി ഇവിടെ നിന്ന് കിട്ടിയ ചാർജ് എത്രയാ? അതാണിത്. ഇനി ഇവന് കിട്ടിയ ചാർജ് എത്രയാ? തോന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി യുവമാർക്ക് കിട്ടിയ ചാർജ് എത്രയാ? സോ ചാർജ് ഓഫ് C1 C2 C3 കോമ്പിനേഷൻ, ആ കോമ്പിനേഷന് കിട്ടിയ ചാർജ് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? നമ്മൾ കൊടുത്ത ചാർജ് 6.7 into 10⁻⁻3 ആണ്. അതിൽ നിന്ന് C4ന് കൊടുത്ത ചാർജ് എത്രയാ? 5 into 10⁻⁻3 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 1.7 into 10⁻⁻3 കൂളോം എന്ന് വരും. ഇനി നിങ്ങൾ നോക്കണം, C1 C2 C3 കോമ്പിനേഷന് കിട്ടുന്ന ചാർജ് ഇതാണ്. ഈ C1 C2 C3 എന്ന് പറഞ്ഞാൽ ഇവന്മാർ 3 പേരല്ലേ? ഇവന്മാർക്ക് 3 പേർക്കും കിട്ടുന്ന ചാർജ് ഇതാണ്. ഇവന്മാർ 3 പേര് സീരീസ് അല്ലേ? അപ്പോൾ ഈ കൊടുക്കുന്ന ചാർജ് അവർക്ക് ഈ എങ്ങനെ കിട്ടും? അത് തന്നെ കിട്ടും, 3 പേര് സീരീസ് ആയതുകൊണ്ട്. അപ്പോൾ C1 C2 C3 കോമ്പിനേഷൻ കിട്ടുന്ന ചാർജ് 1.7 into 10⁻⁻3 ആണ്. അപ്പോൾ ഇവൻ്റെ ചാർജും അത് തന്നെ, ഇവൻ്റെ ചാർജും അത് തന്നെ, ഇവൻ്റെ ചാർജും അത് തന്നെ. അപ്പോൾ ഞാൻ എഴുതാം ചാർജ് ഓഫ്, പറയൂ, ചാർജ് ഓഫ് C1 ഈക്വൽ ടു ചാർജ് ഓഫ് C2 ഈക്വൽ ടു ചാർജ് ഓഫ് C3. 3 പേരുടെയും ചാർജ് സെയിം തന്നെ. എത്രയാ? 1.7 into 10⁻⁻3 കൂളും. ഒരു പ്രയാസമില്ല. ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. സോ ലിസൺ പ്രോപ്പർലി. സോ വി ഹാവ് എ സെറ്റപ്പ് ലൈക്ക് ദിസ്. C1 C2 C3 parallel series. So total capacitance you can calculate. So instead I can draw it like this. So this is a 10/3 microfarad. No problem. This 10/3 and C4 parallel. So total this plus this. So I will get 40/3. So equivalent circuit is like this. So this is a total capacitance of the network. Okay. Then the voltage given is 500. So what is a charge supplied? So charge is equal to, you think of CV. So C 40/3 microfarad into V 500. So this is a charge supplied. Then no problem. So charge supplied is that. Then charge supplied, I know that charge will be given to this and this.
ഓക്കെ. അപ്പോൾ C4-ഉം ഈ C1 C2 C3 കോമ്പിനേഷനും കൂടെ ചേർത്താണ് നമ്മൾ അത്രയും ചാർജ് കൊടുക്കുന്നത്. സോ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് C4? C4-ലെ ചാർജ് എങ്ങനെയാണ്? ചാർജ് കാണാൻ യു തിങ്ക് ഓഫ് CV. C4 into V. സോ C4 into V. ഓക്കെ, C4 into V കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്താണ്? അങ്ങനെയാണെങ്കിൽ ഇവന്മാർ കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ചാർജ് ടു C1 C2 C3 കോമ്പിനേഷൻ? സോ ഗിവൺ ചാർജ് മൈനസ് ചാർജ് ഓഫ് ദിസ് വൺ. ഓക്കെ, then it is 1.7 into 10 raised to minus 3. So C1 C2 C3 series, so all will get the same charge. So 1.7 into 10 raised to minus 3 coulomb will be the charge of C1 C2 and C3. Okay, so we got the charge of all the 4 capacitors. So 1.7 into 10 raised to minus 3 coulomb, and the other one is 5 into 10 raised to minus 3 coulomb. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നേക്കാളും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. ഓക്കെ, സോ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. റീഡ്. ഇത് സിമ്പിളാണ്, വലിയ കുഴപ്പമൊന്നുമുള്ള പ്രോബ്ലം അല്ല. വായിക്കൂ, പെട്ടെന്ന് വായിക്കൂ. വായിച്ചോ? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? 900, നമ്മൾ സിമിലർ ഒരു പ്രോബ്ലം ചെയ്തതാണ്. 900 volt picofarad capacitor charged by 100 volt battery. A capacitor is charged by 100 volt battery. Okay, then how much electrostatic energy is stored? What is energy stored in the capacitor? See, we have a capacitor of capacitance value 900 picofarad. It means into 10 raised to minus 12 farad. Then it is connected to a voltage source 100 volt. No problem. What is the energy stored? So energy is equal to, tell me, half CV square, half into C into V square. So directly you can put the values. So you will get the answer as energy stored is equal to 4.5 into 10 raised to minus 6 joule. So directly you can calculate the value. This is simple task. Am I right? Then second question. The capacitor is discharged. The capacitor is disconnected from the battery and connected to another 900 picofarad capacitor. So it is disconnected and connected to another 900 capacitor. What is the electrostatic energy stored by the setup? What is the energy stored by the setup? See, how will you calculate? What is the energy stored by the setup? It is a question. So similar question you have done. Why Jogo? Capacitor is disconnected from the battery and connected to another 900 picofarad capacitor. Okay, then what is a new energy stored? Energy is equal to half CV square is the equation. ഇതിനെ മനസ്സിൽ വിചാരിക്കുക. ഇവിടെ ഹാഫ് ഇൻറ്റു ഇവിടുത്തെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കപ്പാസിറ്റർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അടുത്ത കപ്പാസിറ്റർ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്തു. വാട്ട് ഈസ് എ ന്യൂ എനർജി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സി എന്ന് പറയുന്നത് ഇവിടെ C1 + C2 അല്ലേ, ഇൻറ്റു വി എന്ന് പറയുന്നത് കോമൺ പൊട്ടൻഷ്യൽ അല്ലേ, കോമൺ പൊട്ടൻഷ്യൽ സ്ക്വയർ. ഇനി നിങ്ങൾ തന്നെ ഇവിടുത്തെ വാല്യൂസ് പറയണം. പറയൂ. C1ൻ്റെ വാല്യൂ എത്രയാ? വാട്ട് ഈസ് C1? 900 into 10 raised to minus 12. അടുത്ത് C2ൻ്റെ വാല്യൂ 900 into 10 raised to minus 12. അടുത്ത് വി എത്രയെന്ന് അറിയണം. വി എങ്ങനെ? കോമൺ പൊട്ടൻഷ്യൽ കാണാൻ ഇക്വേഷൻ പറ. C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് C1 പ്ലസ് C2 തന്നെ പറയൂ. വി ഈസ് ഈക്വൽ ടു C1 എത്രയാ? 900 into 10 raised to minus 12 ഇൻറ്റു V1 എത്രയാ? 100 വോൾട്ട് അല്ലേ, 100 വോൾട്ട് പ്ലസ് അടുത്ത് 900 into 10 raised to minus 12 ഇൻറ്റു അത് വോൾട്ടേജിൽ നിന്നും കൊടുത്തായിട്ട് പറയുന്നില്ല. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ C1 + C2 900 into 10 raised to minus 12 പ്ലസ് 900 into 10 raised to minus 12. അടുത്ത് V is equal to പറയൂ 900 into 10 raised to minus 12 into 100 divided by
2 times 900 into 10 raised to minus 12. അപ്പോൾ ഇത് വെട്ടി, so you are getting 50 volt. So what is the common voltage? 50 volt. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ is equal to half into പറയൂ C1 എത്രയാ? 900 into 10 raised to minus 12 plus 900 into 10 raised to minus 12 into V square 50 square. എത്ര വരും? Half into 2 times 900 into 10 raised to minus 12 into 2 5 then 00. Okay, 2 cancel. I am getting പറഞ്ഞോ 25 8 എത്ര 200 അല്ലേ? അപ്പോൾ 225 then 40 into 10 raised to minus 12. ആൻസർ എത്ര വരും? ഇറ്റ് ഈസ്, ഒരു കാര്യം ചെയ്യാം, ഇതിനെ 225 എഴുതി 10 raised to minus 8 എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഇതിനെ നിങ്ങളുടെ നോട്ടിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ആക്കി കൂടെ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.25 എന്നാവും. അപ്പോൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 raised to minus 6. അപ്പോൾ ആൻസർ കറക്റ്റ് അല്ലേ? വല്ല പ്രയാസമുണ്ടോ? ഇതുമാതിരി ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇറ്റ്സ് കപ്പാസിറ്റൻസ് വാല്യൂ ഈസ് ദിസ് വൺ. It is connected to a battery of voltage 100 volt. What is energy stored? Energy is equal to half CV square. So half into C into square of this. You will get this. Then the same capacitor is connected to another capacitor of same value, but it is not connected to any battery. So this is C2. Then what is the new energy stored in the setup? Energy is equal to half CV square. We think of half CV square. So keep in mind, say half CV square. Then instead of C, C1 plus C2. Then instead of V, common potential. Okay. Then C1, C2, you know. Then what is the common potential? C1, you know the equation. C1 V1 plus C2 V2 divided by C1 plus C2. Put the values. You will get your answer 50 volt. So 50 is a common potential. Am I right? See. So put the value. So you will get your answer as 2.25 into 10 raised to minus 6 joule. Okay. നിങ്ങൾക്ക് ഇത് ഇപ്പം നിങ്ങൾക്ക് ഇതാണ് കിട്ടിയെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. നിങ്ങളെ കൊണ്ട് ഒക്കുന്ന പരുവത്തിൽ ഫൈനൽ ആൻസർ എഴുതുക. അല്ലാതെ അതിനെ ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പോയി തെറ്റിക്കുന്നതിനേക്കാളും നല്ലത് കിട്ടുന്ന ആൻസർ അതുപോലെ എഴുതുന്നതാണ്. ഇനി അതിനകത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ബൈ ദ സിസ്റ്റം? എനർജി സ്റ്റോർഡ് ബൈ ദ സിസ്റ്റം ഈസ് ദാറ്റ് വൺ. ദിസ് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. നമുക്കറിയാമെന്നുള്ളതാണ്. സോ ഹീറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പം നമ്മുടെ ഈ എനർജി പ്ലേറ്റുകൾക്കിടയ്ക്ക് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സെറ്റപ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി വിൽ ബി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ട്? ഹീറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അത് ഓർത്ത് വെച്ചോണം.